SIT സംഘം അവരുടെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായിട്ട്. ഉമേഷ്, കഴിഞ്ഞ ദിവസം സന്നിധാനത്തെത്തിയിരുന്നു SIT. അതിനുശേഷം ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനമായി നടക്കാനിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ ചോദ്യം ചെയ്യലാണ്, അല്ലേ? തീർച്ചയായും ഏറ്റവും നിർണായകമായ നീക്കങ്ങൾ ഇന്ന് ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ഇന്ന് ഷെഡ്യൂൾ ചെയ്ത പ്രകാരം ഇന്ന് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് നേരിട്ട് SIT സംഘം എത്തും. SIT സംഘം എത്തി വിവിധ രേഖകൾ പരിശോധിക്കും. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കലടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. അതിനുശേഷമായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണപ്പാളികൾ 3 ഇടങ്ങളിൽ, അതായത് ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് എന്നീ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി എന്നാണ് പ്രാഥമികമായി പോലീസിന് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട്. അതിനനുസരിച്ച് SIT 3 സ്ഥലങ്ങളിലും ഒരേ സമയം പരിശോധന നടത്തും. ആ സമയം തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ ചോദ്യം ചെയ്യലും ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഏതെങ്കിലും രീതിയിൽ ചോദ്യം ചെയ്യലിൽ മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്രോസ് ചെക്ക് ചെയ്യാൻ കൂടിയാണ് ഈ 3 ഇടത്തും ഒരേ സമയത്ത് ഒരു പരിശോധന എന്നതിലേക്ക് SIT എത്തുന്നത്. അതേസമയം ദേവസ്വം ജീവനക്കാരുടെ ചോദ്യം ചെയ്യൽ, പ്രതികളാക്കപ്പെട്ട ദേവസ്വം ജീവനക്കാരുടെ ചോദ്യം ചെയ്യൽ ഉടൻ ഉണ്ടാകില്ല. അത് 2ാം ഘട്ടത്തിൽ മതി എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ SIT ഉള്ളത്. അതേസമയം ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മുൻ പ്രസിഡന്റ്, ഒപ്പം മുൻ അംഗങ്ങൾ അടക്കമുള്ളവർ കേസിൽ പ്രതിയായിട്ടുണ്ട്. പക്ഷേ അവരുടെ ചോദ്യം ചെയ്യൽ എപ്പോൾ വേണമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് SIT എത്തിയിട്ടില്ല. എന്തായാലും ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടായിരിക്കും ഈ ബോർഡ് അംഗങ്ങൾ, ബോർഡ് പ്രസിഡന്റ്, മുൻ ബോർഡ് അംഗങ്ങൾ, മുൻ ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവരുടെ ചോദ്യം ചെയ്യൽ വേണമോ എന്ന കാര്യത്തിലെല്ലാം ഒരു അന്തിമ തീരുമാനമെടുക്കുക. വളരെ പ്രധാനമായി ഇന്ന് നടക്കാനുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യലാണ്. അതിനിടെ ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന അതും തുടരുകയാണ്. സന്നിധാനത്തെ സ്ട്രോങ് റൂമിലാണ് പരിശോധന. AV ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? ജസ്റ്റിസ് KT ശങ്കരൻ 2 ദിവസമായി സന്നിധാനത്തെ പരിശോധന തുടരുകയാണ്. ശനിയാഴ്ച രാവിലെ 7:15 അദ്ദേഹം സന്നിധാനത്തേക്ക് തിരിക്കുന്നത്. അന്ന് 11 മണി മുതൽ സന്നിധാനത്തെ സ്ട്രോങ് റൂം തുറന്ന് പരിശോധന ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായ ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി എത്തിച്ച് ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഇന്നും അതിൻ്റെ പരിശോധന തുടരുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. സന്നിധാനത്തെ പരിശോധന ഇന്ന് വൈകിട്ടോടുകൂടി, ഒരു പക്ഷേ ഉദ്ദേശിക്കുന്ന രീതിയിലാണെങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടി അവസാനിക്കും. അതിനുശേഷമായിരിക്കും ശബരിമലയിലെ ഏറ്റവും പ്രധാന സ്ട്രോങ് റൂമായ ആറന്മുളയിലെ സ്ട്രോങ് റൂമിലേക്ക് പരിശോധന ഉണ്ടാവുക. സന്നിധാനത്തെ പരിശോധന പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ആറന്മുളയിലേക്ക് എത്തുക. ഈ സ്ട്രോങ് റൂമുകളിലുള്ള വസ്തുക്കളുടെ മൂല്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും മഹസർ അനുസരിച്ചുള്ള വസ്തുക്കൾ അവിടെ ഉണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പിക്കുക എന്നതാണ് ജസ്റ്റിസ് ശങ്കരന് ഹൈക്കോടതി നൽകിയിരിക്കുന്ന ദൗത്യം. ആ ദൗത്യത്തിന് വേണ്ടിയുള്ള കണക്കെടുപ്പാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിശോധന പൂർത്തിയാക്കി 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ജസ്റ്റിസ് KT ശങ്കരൻ ഹൈക്കോടതിയിൽ റിപ്പോർട്ടും സമർപ്പിക്കും. ഒപ്പം തന്നെ ഈ SIT പത്തനംതിട്ട കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവരുടെ നീക്കങ്ങൾ കൂടുതൽ സജീവമാക്കുകയാണ്. കഴിഞ്ഞ ദിവസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സന്നിധാനത്ത് SIT സംഘം എത്തുകയും ഈ സ്വർണ്ണ കടത്തുമായി ബന്ധപ്പെട്ട ചില രേഖകൾ ദേവസ്വം ബോർഡിൽ നിന്ന് കൈപ്പറ്റുകയും ചെയ്തു. ഒപ്പം തന്നെ ഇന്ന് SITയുടെ ക്യാമ്പ് ഓഫീസ് പത്തനംതിട്ടയിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് വിവരം. അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നിലവിൽ പുരോഗമിക്കുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങൾ വരും മണിക്കൂറിൽ ലഭിക്കും. എന്തായാലും SIT പത്തനംതിട്ട കേന്ദ്രീകരിച്ച് SITയുടെ ഒരു സംഘം സജീവമാകുന്നു. അവർ ശബരിമലയിലേക്ക് ഉൾപ്പെടെ നിരന്തരം സന്ദർശനം നടത്തുന്ന സാഹചര്യമുണ്ട്. ജസ്റ്റിസ് KT ശങ്കരന്റെ പരിശോധന പുരോഗമിക്കുന്നു. അത് ഇന്നത്തോടുകൂടി അവസാനിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ആറന്മുളയിലെ പ്രധാന സ്ട്രോങ് റൂമിലായിരിക്കും പരിശോധന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.